ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മിത്രയുടെയും ആര്യൻ്റെയും വഴക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മിത്ര റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. മിത്രയാണെങ്കിൽ ഒരുപാട് അങ്ങ് കയറി വഴക്കിനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കുന്നില്ല. എങ്കിൽ പോലും മിത്രയോട് ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ ആര്യന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര എന്ത് ചെയ്തു, റൂമിൽ നിൽക്കുമ്പോൾ ആര്യൻ ഭയങ്കരമായിട്ട് ഒച്ച എടുത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ പോക്ക് പോകുന്നത് അമ്മ കാണുകയും ചെയ്തു. അമ്മ കണ്ടു, ആര്യനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് മിത്ര ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ആര്യനോട് പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആകരുത്. മിത്ര നിന്നെ വിശ്വസിച്ച് നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് എന്തിനാണ് അവളിവിടെ താമസിക്കുന്നത്? അവളിവിടെ താമസിക്കുന്നത് അമ്മയെ വിശ്വസിച്ച. അങ്ങനെയുള്ളപ്പോൾ എന്നെ വിശ്വസിച്ച് എന്ന് പറയേണ്ട യാതൊരു കാര്യവും ഇതിലില്ലല്ലോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അതെന്തോ ആയിക്കൊള്ളട്ടെ, നീ ഇങ്ങനെയൊന്നും മിത്രയോട് പെരുമാറരുതെന്നൊക്കെ പറഞ്ഞു. അമ്മേ, എനിക്ക് മിത്രയോട് ഈ രീതിയിൽ പെരുമാറാനേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ആര്യ. ഇനി അമ്മ എന്നോട് വേറൊന്നും നിർബന്ധിച്ച് പറയരുത്, ഇനി അനുസരിക്കാൻ അമ്മ എന്നോട് പറയരുതെന്നും പറഞ്ഞിട്ട് മിത്രയെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ട് ആര്യൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ഗോമതിക്ക് ആകെ സങ്കടമായി. പാവ പിടിച്ച ഒരു പെൺകൊച്ചിൻ്റെ ജീവിതമാണല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നമ്മുടെ ഗോമതി നേരെ മിത്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് മിത്രയായിട്ട് സംസാരിക്കുക. അപ്പോൾ മിത്രയായിട്ട് സംസാരിച്ചപ്പോൾ മിത്ര പറഞ്ഞു, ഞാനുമായിട്ട് ഒന്നിനും പോകുന്നില്ല അപ്പച്ചി. ആര്യന് എന്നെ കണ്ടുകൂടാ. പിന്നെ ഒരിക്കലും എനിക്ക് ആര്യനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും എങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതെന്നും അല്ലെങ്കിൽ ആര്യൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവായതെന്നും ഉള്ളൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ അധികം പ്രശ്നങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ ആര്യൻ്റെ അടുത്ത് പോവാറില്ല. പക്ഷേ ആര്യൻ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആര്യൻ എന്നോടാണ് വഴക്ക് കൂടുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മിത്ര ഇങ്ങനെ പറഞ്ഞു. മിത്ര അത് പറഞ്ഞിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ടത്? ഞാൻ എൻ്റെ ജീവിതം നോക്കി പോവില്ലായിരുന്നോ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പച്ചോട് ഇങ്ങനെ പറയാം. മോള് നീ ഒരിക്കലും അങ്ങനെ പറയരുത്. അതെല്ലാം പറഞ്ഞ് കുറേ ഉപദേശങ്ങളായിട്ടും ഇത്രയ്ക്ക് കൊടുക്കുകയും ചെയ്തു നമ്മുടെ ഗോമതി. അത് എല്ലാം അങ്ങനെ സംഭവിച്ചു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കുന്നു. അതായത് മകൻ്റെ ജീവിതവും മിത്രയുടെ ജീവിതവും രണ്ടും രണ്ട് തട്ടിലാണ്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് നമ്മുടെ മീനു അമ്മയെ കാണാതെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഗോമതി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അമ്മേ, എന്താ അമ്മയെ പറ്റിയേ? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അമ്മ എന്തിനാ കരയണേന്നൊക്കെ ചോദിച്ചു. നമ്മളിനി എന്താ മോളെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം എന്ത് ചെയ്യാൻ, എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? അല്ല, ആര്യൻ്റെയും മിത്രയുടെയും കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അവർ രണ്ടുപേരും നേർക്ക് നേരെ കണ്ട കീരിയും പാമ്പുമായിരുന്നു. അവരെ എങ്ങനെയാണ് നമ്മളൊന്ന് ഒന്നിപ്പിക്കുന്നത്? ഈ കണക്കിന് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കള്ളങ്ങളെല്ലാം പൊളിയില്ലേ? എല്ലാവരുടെയും മുന്നിൽ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞിട്ട് നേർക്ക് നേരെ കാണുമ്പോൾ കടിച്ചു കീറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാവർക്കും എല്ലാം മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയുന്നു. എങ്ങനെയാണ് അവരെ രണ്ടുപേരെയും കൂടി ഒന്ന് ചേർത്ത് വെക്കുക എന്നൊക്കെ ഇങ്ങനെ ഗോമതി ഇങ്ങനെ ചോദിക്കുക. ഞാൻ ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല മോളെ. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗോമതിക്ക് വേണ്ടിയിട്ട് മീനോട് നിന്ന് ഇങ്ങനെ ആലോചിക്കാം. അമ്മ വിഷമിക്കല്ലേ, എന്തായാലും അവരെ നമുക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അവരുടെ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങളാക്കാനും പറ്റില്ല. രണ്ടുപേരുടെയും ലൈഫ് സന്തോഷമായിട്ട് പോകണം. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നെക്കൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാനത് ചെയ്യും അമ്മേ. അമ്മ ടെൻഷൻ അടിക്കല്ലേ, ഞാനല്ലേ അമ്മയുടെ കൂടെയുള്ളത്. അമ്മ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനു ഇങ്ങനെ ഗോമതിയെ സമാധാനിപ്പിക്കുക. അങ്ങനെ ഗോമതി മീനുവിൻ്റെ കൈകളൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ സങ്കടങ്ങളെല്ലാം മാറ്റാനായിട്ട് മീനൂട്ടി തന്നെ തയ്യാറാകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനു റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആലോചിക്കുക ഏത് രീതിയിലാണ് ഇവരെ ഒന്ന് മെരുക്കി എടുക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു ചിന്തയുമായിട്ട് മീനു നേരെ പോകുന്നത് മിത്രയുടെയും അതുപോലെ തന്നെ ആര്യൻ്റെ അരികിലേക്കാണ്. രണ്ടുപേരെയും വിളിച്ച് റൂമിലിരുത്തി. എന്താ ചേച്ചിക്ക് ഏട്ടത്തേക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു ആര്യൻ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത് എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളെന്താ കാണിക്കാൻ? ഞങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. ഒന്നും കാണിക്കുന്നില്ലേ? നിങ്ങൾ എല്ലാവരോടും പറഞ്ഞത് എന്താ? നീ എന്താ ആര്യ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്? പോട്ടെ, മിത്ര ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനിപ്പോൾ എന്ത് പറഞ്ഞു ഏട്ടത്തി പറയുന്നത്? വർഷങ്ങളായിട്ട് നീയോളും തമ്മിൽ പ്രണയത്തിലായിരുന്നു, അതാണ് ഇതാണ്, നിങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളിങ്ങനെ ബദ്ധശത്രുക്കളായി കീരിയും പാമ്പുമായി നിന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് എന്താ ഒന്നും മനസ്സിലാവില്ലേ? അവരൊക്കെ എന്താ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ മറ്റുള്ളവരുടെ ആ ഒരു സംശയം കൂട്ടുന്നത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെയും അല്ലെങ്കിൽ കരുതലോടെയും മുന്നോട്ട് പോകുന്നതായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയെങ്കിലും ചെയ്തൂടെ? മറ്റുള്ളവർക്ക് വിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് നടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല ഏട്ടത്തി.
മിത്രയുടെ കൂടെ അങ്ങനെ ഒന്നും പോകാൻ എനിക്ക് തോന്നുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ പറഞ്ഞു. തോന്നുന്നില്ലെങ്കിൽ തോന്നിപ്പിക്കണം. കാരണം അമ്മയുടെ ജീവിതമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് കൊണ്ട് നശിക്കാൻ പോകുന്നത്. അമ്മയുടെ സമാധാനവും സ്വസ്ഥതയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അമ്മ കാരണം നിങ്ങളുടെ ജീവിതം നശിച്ചു എന്നുള്ളൊരു തോന്നലാണ് അമ്മയുടെ ഉള്ളിൽ നിറയെ. ആ ഒരു വേദനയിൽ നിന്ന് അമ്മ എപ്പോഴും സങ്കടപ്പെടുന്നത് കാണുന്നവളാണ് ഞാൻ. അതുമാത്രമല്ല, അമ്മ നിങ്ങളെ ചേർത്ത് വെച്ചത് ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് അമ്മയ്ക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തി ഇപ്പോഴും. മറ്റുള്ളവരെല്ലാവരും സംശയത്തോടെ ഇന്നും നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ ഭവിഷ്യത്തുകൾ ഈ വീട്ടിലുണ്ടാകും. അത് എങ്ങനെയൊക്കെ വന്ന് നിൽക്കുമെന്ന് ആര്യനോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെങ്ങനെയൊക്കെ അമ്മയെ ബാധിക്കുമെന്ന് ഞാൻ ആര്യനോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അമ്മയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, അമ്മയെ നീ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ ആര്യാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ പറയാം. ഞാൻ എന്ത് ചെയ്യണം നേട്ടത്തി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, മറ്റുള്ളവരുടെ മുന്നിലെങ്കിലും മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും നിങ്ങൾ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കണം. പരസ്പരം സ്നേഹവും കരുതലും എല്ലാമുള്ള ഭാര്യയും ഭർത്താവുമായി തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ് മീനും ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആര്യന് ഭയങ്കര ദേഷ്യം. ആര്യൻ എന്നിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മിത്ര അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം മിത്രയും ചെന്നു. മിത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ആര്യൻ്റെ അടുത്ത പ്ലാൻ എന്നുള്ള കാര്യം മിത്ര ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളായിട്ട് ആർക്കും ഒരു പ്രശ്നത്തിന് പോവേണ്ട, എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, എങ്കിലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ നിന്ന് തരാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും നിന്ന് തരണമെന്നൊന്നും ഞാൻ പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ പറയാം. നിനക്ക് വേണ്ടി നിന്ന് തരുന്ന കാര്യമല്ല പറഞ്ഞത്, മറ്റുള്ളവരുടെ കാണുകയെ നമ്മൾ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആയിരിക്കും. പക്ഷേ നമ്മുടെ ബെഡ്റൂമിൽ കയറിയാൽ ഞാനും നീയും എന്താണോ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ഇങ്ങനെ പറയുന്നു. അപ്പം ഇത്രയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണമോ എല്ലാവർക്കും അസൂയപ്പെടുന്ന രീതിയിൽ, അവരുടെ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കൂടി അഭിനയിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നൊരു അഭിനയം അങ്ങ് തുടങ്ങിയിട്ട് ഈ മിത്രയും ആര്യനും എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. മിത്രയ്ക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിന് ഇനി എവിടുന്നും കിട്ടില്ല, അല്ലെങ്കിൽ ആര്യന് ഇത്രയും നല്ലൊരു ഭാര്യ മറ്റെവിടുന്നും കിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇവർ മാറി അഭിനയിച്ച് തകർത്ത് പൊലിപ്പിച്ച് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ധർമ്മനൊരു സംശയം, ഇന്നലെ വരെ ബദ്ധശത്രുക്കളായിരുന്ന ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഇത്ര സന്തോഷത്തോടെ നല്ല സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും അത് വിശ്വസിച്ചു. ആ ഒരു വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ കയറി വന്ന് പിന്നെ സംഭവിച്ചതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഷോക്കാണ് അവർക്കുണ്ടായിരുന്നതെന്നും അത് മാറിയപ്പോൾ അവർ സെറ്റായി ഓക്കെ ആയി എന്നുള്ള ഒരു ധാരണയാണ് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇഷ്ടവും സ്നേഹവും കരുതലും ആ പ്രണയമൊക്കെ കണ്ട് നമ്മുടെ ഗോമതിയും മീനുവും കൂടി ഇങ്ങനെ അപ്പുറം മാറി നിന്ന് ഇവരിങ്ങനെ ശ്രദ്ധിക്കുക. നീ ഇത്രയ്ക്കൊക്കെ ആക്കി എടുത്തല്ലേടി മോളെന്നും ചോദിച്ചുകൊണ്ട് ഗോമതി എന്നിട്ട് മോളോട് ചോദിക്കുന്നു. ആ അമ്മ ഇനി കണ്ടോ, വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, അമ്മ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചും അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ആര്യനും മിത്രയും ഈ വിവാഹം നേരത്തെ നടക്കേണ്ടതായിരുന്നു, ഇത്രയും നല്ലൊരു പാർട്ട്നേഴ്സിനെ പരസ്പരം കിട്ടില്ല, അങ്ങനെയാണ് മിത്ര പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ തട്ടി വിടുവാണ്. ഭയങ്കര സ്നേഹവും ഭയങ്കര ഇതും. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇഷ്ടവും കരുതലും കാര്യങ്ങളും എല്ലാം ഇളകി മറിഞ്ഞ് നല്ല സൂപ്പർ ഹിറ്റ് ആവുന്നത്. എന്തായാലും മിത്രയും ആര്യനും പ്രണയം കൊണ്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു ദേവമംഗലത്ത്. മകളുടെ സന്തോഷവും മകളുടെ ആ ഒരു ഇതെല്ലാം അപ്പുറം മാറി നിന്ന് നന്ദിതയും അനന്തനും ഒക്കെ ഒളിച്ചു നിന്ന് കാണുക. നേർക്ക് നേരെ ചെന്ന് നിന്ന് കാണാനുള്ള സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് മകൾ ഹാപ്പിയാണെന്ന് അനന്തന് മനസ്സിലായി, അതുപോലെ തന്നെ നന്ദിതയ്ക്കും മനസ്സിലായി. അമ്മ ഇടയ്ക്കിടയ്ക്ക് ആര്യൻ മിത്രയെ വിവാഹം കഴിച്ചതിൽ എനിക്ക് അഭിമാനമാണ്, എനിക്ക് സന്തോഷമാണെന്ന് പറയുന്നത് കൊണ്ട് ആ വാക്കുകൾ കേട്ട് നമ്മുടെ നന്ദിത സമാധാനിക്കുന്നു. എന്തായാലും ദേവമംഗലത്ത് നമ്മുടെ മിത്ര സുരക്ഷിതയാണെന്നും സന്തോഷവതിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവരങ്ങനെ നിൽക്കുക. പക്ഷെ അച്യുതനെയൊക്കെ പേടിച്ചിട്ടാണ്, അലോഹിനെയും പേടിച്ചിട്ടാണ് അനന്തൻ ഒന്നും പുറത്ത് കാണിക്കാത്തത്. ഇതെല്ലാം കഴിഞ്ഞു. അവരുടെ വീട്ടിൽ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ റൂമിൽ കയറുമ്പം ആര്യനും മിത്രയും രണ്ടാണ്. ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോമതിയും ബാലനും കൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിട്ട് തിരിച്ചു വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴേക്കും ഇവർ കൃഷ്ണമംഗലത്തുകാർ വണ്ടി തിരിച്ച് കയറി വരും. ഇവർ തമ്മിൽ സ്റ്റക്കായിപ്പോയി. നമ്മുടെ ബാലൻ ഇങ്ങോട്ട് പോരാനും പറ്റിയില്ല, അവർക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല.
ആ സമയത്ത് ബാലനോട് വണ്ടി പുറകോട്ട് എടുക്കാൻ പറയുവാണ്. അപ്പോൾ ബാലൻ പതുക്കെ ഇങ്ങോട്ട് പുറകോട്ട് എടുക്കുന്നു. പുറകോട്ട് എടുത്തിട്ട് ഇവർ വണ്ടി അങ്ങ് കൊണ്ടങ്ങ് നിർത്തി ചാടി അങ്ങ് ഇറങ്ങി. നീ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോടാന്നും ചോദിച്ചു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ആഹാ, നീ ഞങ്ങളുടെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാറായോടാ? എല്ലാത്തിനും മകനെ ഇറക്കി വിട്ടിട്ട് നല്ലവനും നല്ലവനായിട്ട് പെരുങ്കള്ളൻ ഇങ്ങനെ ചമഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാനെന്ന് പറഞ്ഞ അച്യുതൻ തല്ലാൻ കൈ ഓങ്ങിയപ്പോഴത്തേക്കും ഗോമതി കയറി ഏട്ടൻ്റെ കൈക്ക് പിടിച്ചു. എൻ്റെ ബാലേട്ടനെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഗോമതി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന്. എന്ത് യോഗ്യതയാണ് എൻ്റെ ബാലേട്ടനെ തല്ലാൻ നിങ്ങൾക്കിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒരവകാശവും നിങ്ങൾക്ക് എൻ്റെ ബാലേട്ടനെ തല്ലാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ ഇട്ട് ചവിട്ടി അരച്ചു 2 ഏട്ടന്മാരെയും കൂടി ചേർത്ത്. അങ്ങനെ ഏട്ടന്മാർക്ക് അനിയത്തിയുടെ മുന്നിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ഒച്ചയ്ക്ക് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ തർക്കിച്ച് നിൽക്കാനായിട്ടോ കഴിഞ്ഞില്ല. പിന്നെ മിത്രയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ മിത്രയെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കി എടുത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്രയെ ഒന്നും പറഞ്ഞ് ഞങ്ങൾ വശത്താക്കി എടുത്തിട്ടില്ല. അവളുടെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് അവൾ ആര്യൻ്റെ ഒപ്പം വന്നത്. അല്ലെങ്കിൽ ഇന്ന് മിത്ര ദേവമംഗലത്ത് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതൊക്കെ നമ്മുടെ ഗോമതിയും പറയാം. കിട്ടിയ അവസരമല്ലേ, ബാലൻ്റെ മുന്നിൽ വെച്ച് ഗോമതിയും കുറച്ച് അങ്ങോട്ട് ധൈര്യമായിട്ട് എന്താ പറയുക വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അത് മിത്രയ്ക്കും ആര്യനും സപ്പോർട്ടീവായിട്ട്. ഇതൊക്കെ കേട്ട് ബാലൻ അവനൊന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.